കണ്ണൂരിലേക്കാണ്. അവിടെ ശ്രീകണ്ഠാപുരം നഗരത്തിൽ വെള്ളം കയറിയിരിക്കുകയാണ്. ചെങ്ങളായി വില്ലേജിൽ 27 പേരെയാണ് മാറ്റിപ്പാർപ്പിച്ചത്. രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ 2 പേരെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. തിരുവനന്തപുരം സ്വദേശി രാജേഷ്, മണത്തണ സ്വദേശി ഹനീഫ് എന്നിവരെയാണ് കാണാതായത്. കണ്ണൂർ താബോറിൽ ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുകയാണ്. മുഹമ്മദ് സൈഫുള്ള വിവരങ്ങൾ നൽകും കണ്ണൂരിൽ നിന്ന്. സൈഫുള്ള, അപ്പോൾ ഇന്ന് കണ്ണൂരിലെ അവസ്ഥ എന്താണ്? മഴയ്ക്ക് ശമനമുണ്ടോ? എവിടെയൊക്കെ മുന്നറിയിപ്പുകളുണ്ട്? ഏതൊക്കെ തരത്തിലുള്ള ഒരു മുൻകരുതലുകൾ സ്വീകരിക്കുന്നുണ്ട് ജില്ലാ ഭരണകൂടം? ജിൽസി, കണ്ണൂരിന്റെ മലയോരത്താണ് നിലവിലിപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് നേരിയ കുറവുണ്ട്. നഗരപ്രദേശങ്ങളിൽ ചാറ്റൽ മഴ മാത്രമേ ഉള്ളൂ. കർണാടക ഉൾവനത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശത്താണ് നിലവിലിപ്പോൾ വെള്ളക്കെട്ടും മണ്ണൊലിപ്പുമൊക്കെ രൂക്ഷമായിട്ടുള്ളത്. കാരണം ഈ കർണാടക വനത്തിൽ ഉരുൾപൊട്ടിയതായി സംശയിക്കുന്നുണ്ട്. അവിടെ നിന്നാണ് ശക്തമായ കുത്തൊഴുക്കുള്ളത്. വെള്ളം ശക്തിയായി തന്നെ ഒലിച്ചു വരുന്നുണ്ട്. പല പുഴകളും, ഈ പുഴകളൊക്കെ പറയുന്നത് വളവട്ടണം നദിയുടെ കൈവഴികളായിട്ടുള്ള പല പുഴകളും കരകവിഞ്ഞ് അവിടെ റോഡുകളിലേക്ക് വെള്ളം കയറി പാലങ്ങൾ മുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലേക്കുമുള്ള ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. രാത്രികാലങ്ങളിലാണെങ്കിൽ മലയോര മേഖലയിലേക്ക് പോകുന്നവർ ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശമുണ്ട്. കണ്ണൂരിൽ നിന്നും വയനാട്ടിലേക്ക് പോകുന്ന പാത, പാൽച്ചുരം ബോയ്സ് ടൗൺ പാത, അത് രാത്രികാലത്തെ യാത്ര അവിടെ നിരോധിച്ചിട്ടാണുള്ളത്. ആലക്കോട് താബൂർ എന്ന സ്ഥലത്താണ് അവിടെ ഉരുൾപൊട്ടൽ ഭീഷണിയുള്ളത്. ഇന്നലെ വലിയ രീതിയിലുള്ള മണ്ണൊലിപ്പും വെള്ളപ്പൊക്കവും അവിടെ ഉണ്ടായിരുന്നു. പ്രദേശത്തെ നിരവധി കുടുംബങ്ങളെയാണ് അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചത്. പക്ഷേ ആളപായമില്ല. എന്നാൽ കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്. ഏക്കർ കണക്കിന് കൃഷിയാണ് അവിടെ ഇന്നലത്തെ ഈ സംഭവത്തിലൂടെ ഇല്ലാതായത്. പ്രദേശത്ത് ഒരു ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോഴും വെള്ളം ശക്തിയായി തന്നെ അവിടെ നിന്ന് ഒലിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിനോട് ചേർന്നുള്ള താഴ്ന്ന പ്രദേശമാണ് ശ്രീകണ്ഠാപുരം എന്ന് പറയുന്നത്. ശ്രീകണ്ഠാപുരം നഗരത്തിൽ വരെ വെള്ളം എത്തി എന്നുള്ളതാണ്. സാധാരണ വലിയ മഴ പെയ്താൽ മാത്രമേ അവിടെ അങ്ങനെ വെള്ളം കയറാറുള്ളൂ. 2019 അവസാനമായി ശ്രീകണ്ഠാപുരം നഗരത്തിലേക്ക് വെള്ളം എത്തിയത്. അത് ഇന്നലെ പെയ്ത ശക്തമായ മഴയിൽ ഇന്ന് രാവിലെയാണ് നഗരത്തിലേക്ക് വെള്ളം എത്തിയത്. ബസ് സ്റ്റാൻഡിലും അതുപോലെ മാർക്കറ്റിലുമൊക്കെ വെള്ളക്കെട്ട് ആയിട്ടുണ്ട്. കടകളിലേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രധാനപ്പെട്ട സാധനങ്ങളും ഒക്കെ കട ഉടമകൾ അവിടെ നിന്നും മാറ്റിക്കൊണ്ടുപോകുന്നുണ്ട്. ശ്രീകണ്ഠാപുരം നഗരസഭയും ഈ ടൗണിൽ തന്നെയാണ്. അവിടെയും നഗരസഭ ആസ്ഥാനത്തേക്കും വെള്ളം കയറുന്നുണ്ട്. നിലവിൽ സമീപത്തുള്ള വീടുകളിലെ ആളുകളെയൊക്കെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ ഇവിടെ ഒഴുക്കിൽപ്പെട്ട ആളെ രക്ഷപ്പെടുത്തുന്നതിനിടയിലാണ് 2 പേരെ കാണാതായത്. ഒന്ന് തിരുവനന്തപുരം സ്വദേശി രാജേഷും മണത്തണ സ്വദേശി ഹനീഫും. തിരുവനന്തപുരം സ്വദേശി രാജേഷ്, ഇയാള് നീന്തൽ പരിശീലകനാണ്. ഒഴുക്കിൽപ്പെട്ട ഒരാളെ രക്ഷിക്കാൻ ഇറങ്ങിയതിനിടയിലാണ് ഇയാളെ കാണാതായത്. ഇയാൾക്കും ഹനീഫിനുമായുള്ള തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ കാഞ്ഞിരപ്പുഴയിൽ ഇന്നലെ കുത്തൊഴുക്കിൽ ഒലിച്ചു വരുന്ന തേങ്ങകൾ ശേഖരിക്കാൻ ഇറങ്ങിയ യുവാവിനെയും കാണാതായിട്ടുണ്ട്. ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിലും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ തെരച്ചിൽ നടത്തുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ശക്തമായി മണ്ണൊലിപ്പുണ്ട്. വെള്ളം അതിശക്തമായിട്ടാണ് ഒലിച്ചു വരുന്നത്. മാത്രമല്ല ഈ ഉൾവനത്തിൽ നിന്ന് മരങ്ങളൊക്കെ പൊട്ടി അതിശക്തമായി തന്നെ ഈ വെള്ളത്തിലൂടെ ഒലിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് രക്ഷാപ്രവർത്തനം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. മാത്രമല്ല പലയിടങ്ങളിലേക്കുമുള്ള പാലങ്ങൾ വരെ വെള്ളത്തിനടിയിലായിട്ടുണ്ട്. ചില പാലങ്ങൾ ഈ മഴയിൽ തകർന്നിട്ടുമുണ്ട്. ഈ പാലങ്ങളൊക്കെ തകരുന്നതിന് കാരണം അതിശക്തമായിട്ടുള്ള മണ്ണൊലിപ്പിൽ വലിയ തടിച്ച മരങ്ങൾ ഈ പാലത്തിന് ഇടിച്ചുകൊണ്ടാണ് ഈ പാലം തകരുന്നത്. ഈ കോൺക്രീറ്റ് പാലം വരെ അത്തരത്തിൽ തകർന്നിട്ടുണ്ട്. പിന്നെ ആറളം ഫാമിലാണ് കൂടുതലായിട്ടുള്ള ഇതുപോലെയുള്ള മണ്ണിടിച്ചിലൊക്കെ ഇന്നലെ ഉണ്ടായത്. അവിടെയുള്ള ഫാമിലുള്ള പല ആളുകളെയും മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. പേരട്ട ഭാഗങ്ങളിലും രാവിലെയൊക്കെ ശക്തമായ മഴ ഉണ്ട്. ഇന്നലെ അതിശക്തമായ മഴയിൽ ആ ഭാഗത്തൊക്കെ വെള്ളം കയറിയതാണ്. പിന്നീട് ഉച്ചയ്ക്ക് ശേഷം മഴ നേരിയ രീതിയിൽ കുറഞ്ഞപ്പോൾ വെള്ളം ഒലിച്ചു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഭാവലിപ്പുഴ കരകവിഞ്ഞൊഴുകുന്നുണ്ട്. അങ്ങനെ തീരദേശത്തുള്ള ആളുകൾക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂരിലെ പഴശ്ശി ഡാമിന് 16 ഷട്ടറുകളാണുള്ളത്. അതിൽ 15ഉം തുറന്നിട്ടുണ്ട്. ഇന്നലെ 3 മീറ്ററാണ് തുറന്നത്. അത് 4 മീറ്ററായി ഉയർത്തുമെന്നുള്ള മുന്നറിയിപ്പുമുണ്ട്. അതുകൊണ്ട് തീരദേശ മേഖലയിൽ താമസിക്കുന്ന ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കണ്ണൂരിലെ ബീച്ചുകളൊക്കെ അടച്ചിരിക്കുകയാണ്. അവിടെ വിനോദസഞ്ചാരികൾക്ക് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജിൽസി.